വെറുതെ കഴിക്കാനും കഞ്ഞീരുടെ കൂടെയും ചോറിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയ നല്ലൊരു ചക്കയുടെ റെസിപ്പിയാണ്. ഒരു 2 ടേബിൾ സ്പൂൺ തേങ്ങ എടുക്കുക, ഒരു പീസ് വെളുത്തുള്ളി അല്ലി എടുക്കുക, കുറച്ച് മഞ്ഞൾപ്പൊടി, ജീരകം, അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ പുളി ഐറ്റംസ് ഒന്നും നമ്മൾ ഇതിലോട്ട് ചേർക്കില്ല. ഇത് ഇത്രയും ചേർത്തതിന് ശേഷം നമുക്ക് കുറച്ച് കറിവേപ്പില, നല്ല പച്ച കറിവേപ്പില കുറച്ച് കൂടുതൽ എടുക്കുക, നല്ലതുപോലെ അരച്ച് മാറ്റി വയ്ക്കുക. ദാണ്ട് ഇതുപോലെ. എന്നിട്ട് നമുക്കിനി ഒരു പാൻ വെച്ച് കൊടുക്കാം. അതിലോട്ട് കഴുകി വൃത്തിയാക്കി ചെറിയ നീളത്തിലരിഞ്ഞ കുറച്ച് ചക്കയും ചക്കക്കുരുവും ചേർത്ത് കൊടുക്കുക. അപ്പോൾ ചക്കക്കുരു കുറച്ച് കനത്തിനരിയാൻ ശ്രദ്ധിക്കുക. ചക്ക ഇതിപ്പോൾ നല്ല കട്ടിയുള്ള ചക്ക ചുളയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതിനെ ഞാൻ കുറച്ച് വലിയ പീസുകളാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ചക്കക്കുരു ചേർക്കുകയാണെങ്കിൽ നിങ്ങൾ ചക്ക കുറച്ച് വലുതായിട്ട് ചേർക്കുക. പിന്നെ നമ്മുടെ അരപ്പെല്ലാം കൂടെ ചേർത്തു. ആ മിക്സിയുടെ ജാറിലോട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തു. ഇനി കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നല്ലതുപോലെ ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. കുറച്ച് വെള്ളം കൂടി ചേർത്തതിന് ശേഷം ഫ്ലെയിം ഓണാക്കി അടുപ്പിൽ വെച്ച് കൊടുക്കുക. ഞങ്ങളിത് തയ്യാറാക്കുന്നതിന് ചക്ക അവിയൽ എന്നാണ് പറയുന്നത്.